നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് അനന്തു. ഞാൻ ഇവിടെ +2 വിദ്യാർത്ഥിയാണ്. സിനിമയിൽ 2 തരം നടന്മാരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം മോഹൻലാൽ. ലാൽ സാറ് ലൊക്കേഷനിൽ വന്ന് ഡയറക്ടർ ആക്ഷൻ പറയുമ്പോൾ മുതൽ ആ കഥാപാത്രമായി മാറുമെന്നും, മമ്മൂക്ക സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് മുതൽ ആ കഥാപാത്രത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. സാർ ഇതിൽ ഏത് നടന്മാരുടെ കാറ്റഗറിയിൽ വരുന്നതാണ്? ചോദിക്കാൻ കാരണം, ഈ സിനിമയിൽ ഞാൻ സിനിമ കണ്ടില്ല, ആൻമരിയ കലിപ്പിലാണെന്ന് പറയുന്ന സിനിമയിൽ സാറിനൊരു ഇമോഷൻ സീൻ ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അത് കണ്ട എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷൻ ആവുമെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ഈ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ സിനിമയിൽ വരുന്നു, സെറ്റിൽ വരുന്നു, ഡയറക്ടർ ആക്ഷൻ എന്ന് പറയുമ്പോൾ മാത്രം അദ്ദേഹം കഥാപാത്രമായി മാറുന്നു. അല്ലെങ്കിൽ മമ്മൂട്ടി ഒരു കഥാപാത്രത്തെ കേട്ടു തുടങ്ങുമ്പോൾ മുതൽ ആ കഥാപാത്രത്തെ ആവാഹിച്ചു തുടങ്ങുന്നു എന്ന് പറയുന്നത് ഇവരോട് 2 പേരോടും വളരെ അടുപ്പവും ഇവരോട് 2 പേരുടെയും കൂടെ കഴിഞ്ഞ 10-30 വർഷമായി ഇടപഴകുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. 2 പേരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ആക്ഷൻ എന്ന് പറയുമ്പോൾ മാത്രമാണ് അഭിനയിക്കുന്നത്. 2 പേരും ഒരു കഥാപാത്രം കേൾക്കുമ്പോൾ തൊട്ടുള്ള ആ കഥാപാത്രമാകാനുള്ള മാനസിക പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം രാജമാണിക്യം എന്ന് പറഞ്ഞ പടത്തിൻ്റെ കഥ കേൾക്കുമ്പോൾ മുതൽ മമ്മൂട്ടി തിരുവനന്തപുരം ഭാഷ ഒന്നും സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. മനസ്സിലിങ്ങനെ ആലോചിക്കും, അപ്പോൾ ശരി അങ്ങനെ ചെയ്യാം, അപ്പോൾ ഇങ്ങനെ ചെയ്യാം, അയാളുടെ വേഷം ഇങ്ങനെ ആക്കാം, അയാൾക്ക് കണ്ണിനൊരു പ്രശ്നമുള്ളതാണ്, അപ്പോൾ അതെപ്പോഴും കാണിക്കാതിരിക്കാം, കൂളിംഗ് ഗ്ലാസ് വെക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്യും. പക്ഷേ മമ്മൂക്ക രാവിലെ രാജമാണിക്യം അഭിനയിക്കാൻ വരുമ്പോൾ സെറ്റിൽ വന്നിറങ്ങുന്ന തിരുവനന്തപുരം ഭാഷ പറഞ്ഞുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് സീൻ വായിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി പ്രിപ്പയർ ചെയ്ത് ആ സമയത്ത് മാത്രമാണ് നമ്മൾ ആ കഥാപാത്രമായി മാറുകയുള്ളൂ. നിങ്ങൾ കാലത്തെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് വരുന്നത് അല്ലേ? ഇന്ന് സയൻസിൻ്റെ എക്സാം ഉണ്ടാവും, ചിലപ്പോൾ ഹിന്ദിയുടെ നോട്ട്സ് എഴുതി കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ടാവും, വേറെ മറ്റൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടാവും. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. നമ്മൾ സയൻസ് പഠിക്കേണ്ട സമയമായി, സയൻസിൻ്റെ എക്സാം എഴുതേണ്ട സമയമാകുമ്പോൾ നമ്മൾ ഉടനെ എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർഡ് ആവും. നമ്മുടെ ബ്രെയിൻ സയൻസിന് വേണ്ടി മാത്രം ട്യൂൺ ചെയ്യും. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് മാത്രം ചിന്തിക്കും, അതിനുള്ള ആൻസർ ഏതാണെന്ന് ആലോചിക്കും, അത് മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യും. അത് തന്നെയാണ് സിനിമയിലും ചെയ്യുന്നത്. അല്ലാതെ മമ്മൂക്കാനും ലാലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ പറയാൻ പറ്റില്ല. ലാൽ പിന്നെ കുറച്ചുകൂടെ വളരെ റിലാക്സ്ഡ് ആയിട്ട് സെറ്റിൽ നിൽക്കുന്ന ആളാണ്. മമ്മൂക്ക കുറച്ചുകൂടെ ഒരു മെച്ചുവേർഡായിട്ട് പെരുമാറുന്ന ആളാണ്. അപ്പോൾ അതങ്ങനെ കാണുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞതാരാണോ അയാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. നടന്മാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ ഈ അഭിനയം ആവശ്യപ്പെടുന്നത് അപ്പോൾ മാത്രമേ അത് ചെയ്യാറുള്ളൂ. അല്ലാത്ത സമയത്തൊന്നും അഭിനയിക്കുന്ന ആളുകളല്ല ആരും. ഏതായാലും ആൻമരിയെ പറ്റി പറഞ്ഞതിനും ഒരുപാട് സന്തോഷം. ഞാൻ ആ സിനിമ അത് കുട്ടികൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണത്. ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയിൽ പറയുന്നത് നിങ്ങളൊക്കെ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയെക്കുറിച്ചാണ് ആ സിനിമയിൽ പറയുന്നത്. ആ കുട്ടിയുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ കുട്ടിയുടെ സഹപാഠികളുമായിട്ടും അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അധ്യാപകരുമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ആ സിനിമയിൽ പറയുന്നുണ്ട്. ഇത് കാണുന്ന ഓരോ കുട്ടിക്കും തോന്നും ഇത് എൻ്റെ ജീവിതാനുഭവമാണല്ലോ എന്ന് തോന്നും. അതിലൊരു കഥാപാത്രത്തെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും കുട്ടികളായ നിങ്ങൾ ആ സിനിമ എന്തായാലും കാണാൻ ശ്രമിക്കണം. നിങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കും, ഒരുപാട് തിരിച്ചറിവുണ്ടാക്കും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ആ സിനിമയെ പറ്റി പറഞ്ഞത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആ സിനിമ ഇത്രയും വലിയൊരു വിജയമായതിലും ഒരുപാട് സന്തോഷം.